ഒരു സാധാരണ ഇന്റലിജൻസ് വിവരമായി ആരംഭിച്ച് ഒടുവിൽ രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ ചാരപ്രവൃത്തി കേസുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഗാസിയാബാദ് കേന്ദ്രീകരിച്ച് നടന്ന ഒരു ഗൂഢാലോചന. 2026 മാർച്ച് 14-ന് ഗാസിയാബാദിലെ കൗശാംബി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു ചെറിയ സൂചനയാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ ഈ വൻ ശൃംഖലയുടെ അരികിലെത്തിച്ചത്. ആദ്യം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ചില യുവാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഒടുവിൽ കാശ്മീരിൽ അടുത്ത ആക്രമണത്തിൽ പാകിസ്ഥാൻ പദ്ധതി ഇട്ടിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തലിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കൗശാംബി പോലീസിന് ലഭിച്ച വിവരമനുസരിച്ച് സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചില യുവാക്കളെ നിരീക്ഷിച്ചതോടെയാണ് ഈ ചാരക്കണ്ണികളുടെ പ്രവർത്തനം വെളിച്ചത്തു വന്നത്. ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 22 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും പ്രായപൂർത്തിയാകാത്തവരോ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരോ ആണെന്നതാണ്. ഉത്തർപ്രദേശിലെ പോവാപ്പൂർ എന്ന സ്ഥലത്തു നിന്നുള്ള യുവാക്കളാണ് ഈ ശൃംഖലയിലെ പ്രധാന കണ്ണികളായി പ്രവർത്തിച്ചിരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ യുവാക്കളെയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ബുദ്ധി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചത്. ഓരോ ചെറിയ അസൈൻമെന്റിനും 5000 മുതൽ 20,000 രൂപ വരെ പ്രതിഫലം വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരെ ആകർഷിച്ചിരുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ, സൈനിക താവളങ്ങൾ, സൈനിക വാഹനങ്ങളുടെ നീക്കം എന്നിവയുടെ ചിത്രങ്ങളും വീഡിയോകളും ലൊക്കേഷൻ ടാഗ് സഹിതം പകർത്തി അയക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ജോലി. പുതിയ ആളുകളെ ഈ ശൃംഖലയിലേക്ക് എത്തിക്കുന്നവർക്ക് കൂടുതൽ പണം വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് യുവാക്കൾക്കിടയിൽ ഒരു ചെയിൻ മാർക്കറ്റിംഗ് പോലെ ചാരപ്രവൃത്തി പടരാൻ കാരണമായി. ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ 6 പേരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ സംഘം ഞെട്ടിപ്പോയത്. ഫോണുകളിലെ ഗ്യാലറികളിൽ സൈനിക കേന്ദ്രങ്ങളുടെയും ക്യാമ്പ് പരിസരങ്ങളുടെയും അതീവ രഹസ്യ സ്വഭാവമുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തി. ചോദ്യം ചെയ്യലിൽ പാകിസ്ഥാനിലിരുന്ന് ഈ ശൃംഖലയെ നിയന്ത്രിക്കുന്നത് സുഹൈൽ മാലിക്, നൌഷദ് അലി, സമീർ അലിയാസ്, ഷൂട്ടർ എന്നിവരാണെന്ന് വ്യക്തമായി. സോഷ്യൽ മീഡിയ വഴിയും എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പുകൾ വഴിയുമാണ് ഇവർ യുവാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. അറസ്റ്റിലായവരിൽ 4 പേർ മുൻപ് ജമ്മു കാശ്മീരിലെ പുൽവാമ സന്ദർശിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ശേഖരിച്ച നിർണായക വിവരങ്ങൾ ഇവർ പാകിസ്ഥാനിലേക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇത് കേവലം വിവരശേഖരണമല്ലെന്നും ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ ഭീകരാക്രമണത്തിനായുള്ള മുന്നൊരുക്കമാണെന്നും അന്വേഷണ ഏജൻസികൾ ഭയപ്പെടുന്നു. പുൽവാമ പോലുള്ള അതീവ സുരക്ഷാ മേഖലകളിൽ ഈ യുവാക്കൾ എങ്ങനെ കടന്നു ചെന്നുവെന്നത് ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയും കണക്കാക്കുന്നു. ഈ ചാരശൃംഖലയുടെ ഏറ്റവും അപകടകരമായ നീക്കം ഡൽഹി ജമ്മു റെയിൽവേ പാതയിൽ സ്ഥാപിച്ച രഹസ്യ ക്യാമറകളാണ്. സോളാർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ CCTV ക്യാമറകൾ വഴി സൈനിക നീക്കങ്ങൾ തത്സമയം പാകിസ്ഥാനിലിരുന്ന് നിരീക്ഷിക്കാൻ ഇവർക്ക് സാധിക്കുമായിരുന്നു. ഏകദേശം 50 കേന്ദ്രങ്ങളിൽ ഇത്തരം ക്യാമറകൾ സ്ഥാപിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. ഡൽഹി കന്റോൺമെന്റിലും ഹരിയാനയിലെ സോണിപ്പത്തിലും ഇതിനോടകം തന്നെ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. സൈനിക ട്രെയിനുകളുടെ സമയവും വോളിയവും കൃത്യമായി മനസ്സിലാക്കാൻ ഇത് പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ടാകാം. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചാരപ്രവർത്തിക്കൊപ്പം തന്നെ അതിസങ്കീർണമായ ഒരു ഡിജിറ്റൽ തട്ടിപ്പും ഇവർ നടത്തിവരുന്നു. ഇന്ത്യൻ നമ്പറുകൾ ഉപയോഗിച്ച് വിദേശങ്ങളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ OTPകൾ ഇവർ കൈമാറിയിരുന്നു. സിം കാർഡുകൾ സംഘടിപ്പിച്ചത് വ്യാജരേഖകൾ വഴിയോ അല്ലെങ്കിൽ ഷിപ്പിംഗ് വഴിയോ ആണ്. പണം കൈമാറാൻ UPI ഉപയോഗിച്ചെങ്കിലും ട്രേസ് ചെയ്യപ്പെടാതിരിക്കാൻ സ്വന്തം അക്കൗണ്ടുകൾ ഒഴിവാക്കി ജനസേവാ കേന്ദ്രങ്ങളും ചെറിയ കടകളും വഴി പണം പിൻവലിക്കുന്ന രീതിയാണ് ഇവർ അവലംബിച്ചത്. മാർച്ച് 20-ന് നടത്തിയ തുടർ നീക്കങ്ങളിൽ 5 പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 9 പേരെ കൂടി പിടികൂടി. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്കും നേപ്പാൾ അതിർത്തിക്കും അപ്പുറം ഈ ശൃംഖല വ്യാപിച്ചു കിടക്കുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമായി. ഫരീദാബാദിൽ ഒരു പെട്രോൾ പമ്പിൽ ടയർ പഞ്ചർ കട നടത്തി വരികയായിരുന്നു ഇയാൾ. ഒരു സാധാരണക്കാരനായി ജീവിച്ചുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത ഇയാളുടെ വേഷപ്പകർച്ച പോലീസിനെ അമ്പരപ്പിച്ചു. മധുരയിൽ ഇലക്ട്രോണിക് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മീര സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ആയുധ വിതരണത്തിലും പങ്കാളിയായിരുന്നു. ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ദേശീയ അന്വേഷണ ഏജൻസി, ആന്റി ടെറർ സ്ക്വാഡ് എന്നിവർ സംസ്ഥാന പോലീസുകളുമായി ചേർന്ന് അന്വേഷണം തുടരുകയാണ്. പ്രധാന പ്രതിയായ സമീർ അലിയാസ് ഷൂട്ടർ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ ഗൂഢാലോചനയുടെ പൂർണ്ണ രൂപം പുറത്തു വരികയുള്ളൂ. സ്ഥാപിച്ച ക്യാമറകൾ പൂർണ്ണമായി നീക്കം ചെയ്യാനും സിം കാർഡുകൾ വാങ്ങി കേന്ദ്രങ്ങൾ കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നു. രാജ്യത്തെ യുവതലമുറയും ദരിദ്ര സാഹചര്യങ്ങളെയും ചൂഷണം ചെയ്ത് പാകിസ്ഥാൻ നടത്തുന്ന ഈ ഡിജിറ്റൽ യുഗം ഭാരതത്തിന് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടക്കാതെ തന്നെ രാജ്യത്തിനുള്ളിൽ അസ്ഥിരതയുണ്ടാക്കാൻ ശത്രുക്കൾക്ക് സാധിക്കുന്നു എന്നതും ഗൗരവകരമാണ്. കൃത്യസമയത്തെ പോലീസ് ഇടപെടലിലൂടെ ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയെങ്കിലും സമാനമായ എത്രയോ സ്ലീപ്പർ സെല്ലുകൾ ഇനിയും ഉണ്ടായേക്കാം എന്ന ജാഗ്രത ഓരോ പൗരനും പുലർത്തേണ്ടതുണ്ട്.